ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ജീവിതം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് തോന്നുന്നത്? അതിനെ ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം ജീവിതം, എങ്ങനെ ആയിരിക്കണം ജീവിതം? ഓ, എന്തായിരിക്കണം എന്ന് പറഞ്ഞാല് ജീവിതം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു 5 കൊല്ലം മുമ്പുള്ള എൻ്റെ ശരികൾ ഇന്ന് ശരിയല്ല. അങ്ങനെ അങ്ങനെ ശരിയല്ലാത്തൊരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് ഓരോന്നിങ്ങനെ എടുത്തു പറയാനായിട്ട് എനിക്കില്ല. പക്ഷെ ഒരു 10 വർഷം മുൻപ് ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ പൂർണ്ണമായിട്ടും ഒരാളിൽ അടിമപ്പെട്ട് ജീവിക്കണം. എൻ്റെ ആള് പറയുന്നത് മാത്രമാണ് എൻ്റെ വാക്ക്, അയാളില്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്താഗതികളിലൂടെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ മാറി. ആണായാലും പെണ്ണായാലും സ്വന്തം കാലിൽ നിൽക്കണം, അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, അതിനുള്ള ഒരു വഴി അവർ കണ്ടെത്തണം എന്നുള്ളതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ആക്ച്വലി BEd വരെ പഠിച്ച ഒരാളാണ്. പക്ഷെ അതിനൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. എനിക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചൊരു കുഞ്ഞുമായിട്ട് അങ്ങനെ ജീവിക്കണമെന്ന്. പക്ഷെ ജീവിത ലക്ഷ്യം തന്നെ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനൊക്കെ വളർന്നു വന്നൊരു സാഹചര്യത്തിന്റെ ആയിരിക്കും, ആ ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി ഒരു ജോലിയുടെ പ്രസക്തി എന്താണെന്നും നമ്മളുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ബലം എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീടാണ് മനസ്സിലായത്. അത് അപ്പം ഇപ്പോ ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി എന്താ പറയാ, നമുക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മൾ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റണം. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് എല്ലാവരെയും എല്ലാവരോടും സ്നേഹം തോന്നി തുടങ്ങിയത്. എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ തന്നെ മതി, എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മറ്റത് ഞാൻ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യും. എനിക്ക് ആരുമില്ല, എനിക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരും മതി, ബാക്കി എനിക്ക് എന്നെ നോക്കാൻ അറിയാം എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ്.